നിലവിലെ ഈ സാഹചര്യത്തിൽ മൂലം വള്ളസദ്യക്ക് പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല, ഇപ്പോൾ ഈ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നാൽ പള്ളിയോടങ്ങൾ പമ്പയിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതിന് നിർദ്ദേശമുണ്ട്. അതൊരു അപകടകരമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പമ്പയിലുള്ളത്. അതുകൊണ്ട് പക്ഷേ ഇന്നൊരു വള്ളസദ്യ നടക്കുന്നുണ്ട്, നേരത്തെ നിശ്ചയിച്ച് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അത് കരയ്ക്കൂടെ വന്ന് വല്ലപ്പഴിശ്ശേരി കരയുടെയാണ് പാടി ആചാരപരമായ ചടങ്ങുകളെല്ലാം നടന്നു. പേടിൻ്റെ കുറച്ച് പേര് ബുക്ക് ചെയ്തവർ വരുന്നുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നൊരു മീറ്റിംഗ് കൂടിയിട്ട് ഇനിയുള്ള 2 ദിവസം മണിമാർ മേളിലെ ഡാമുകളൊക്കെ തുറക്കുന്നു എന്നൊന്നും പറയുന്നുണ്ട്. അതൊരു കൃത്യത വരുത്തിയതിന് ശേഷം 2 ദിവസത്തെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാനോ ഒന്ന് മാറ്റി വെക്കാനോ ഉള്ള ഒരു പരിശ്രമത്തിലാണ്. അത് മീറ്റിംഗ് കൂടിയതിന് ശേഷം അതിൻ്റെ ഒരു തീരുമാനം എടുക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ നടത്തുന്നതിന് നമുക്കിവിടെ തടസ്സങ്ങളില്ല. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നടത്തുന്ന ഭക്തന് വരാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നവർ ചിലയിടത്ത് വെള്ളം കയറിയൊക്കെ ഉണ്ടാകുന്നതിന് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ 16 പേരിൽ അതൊരു 5 പേർക്കേ ഉള്ളൂ, ബാക്കി 10 പേർക്ക് ആ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഭക്തന് വരാനുള്ള ബുദ്ധിമുട്ടും അവരുടെ ബന്ധുക്കാർക്ക് വരാനുള്ള ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ടാണ് ഈ മാറ്റി വെക്കുന്നത്. പക്ഷേ കരക്കാർക്ക് ആണെങ്കിലും ചിലർക്ക് ദൂരെയുള്ളവർക്ക് വരാനും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അടുത്തുള്ളിടത്തൊക്കെ മാറ്റി വെക്കേണ്ട നടക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ഇന്ന് മല്ലപ്പഴിശ്ശേരിയുടെ നടത്താൻ നിശ്ചയിച്ചത് നടക്കുന്നത്. ഇതുമൂലം എന്തെങ്കിലും നമുക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ഫുഡ് വെച്ചിട്ടില്ല, പേടുകാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് കൊണ്ടുവന്നത് ദൈവാനുഗ്രഹമായി. കാരണം ആറന്മുളയിൽ 2-3 ദിവസമായിട്ട് കറണ്ടുകളൊന്നുമില്ല. ഭക്ഷണം കിട്ടാതെ ഇതുമായി ബന്ധപ്പെട്ട് ദ്രുതകർമ്മ സേനയുണ്ട്, പോലീസുണ്ട്, പിന്നെ ഇതിന് ചെയ്യുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, ഈ രക്ഷാപ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം ഇന്നലെ ഫുഡ് നമ്മൾ കൊണ്ടുവന്ന ഒരു അനുഗ്രഹമായി. അതൊരു 350 പേർക്ക് അത് കഴിച്ച് അവർ വലിയ സന്തോഷം. ഡെപ്യൂട്ടി കളക്ടറൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ പേട് നിശ്ചയിച്ച ഒരു 60-ലധികം ആൾക്കാർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അനുഗ്രഹം. ഇന്നും ഒരു വള്ളസദ്യയും വെളിയിൽ പേടി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്നാൽ അറിയാം. ഇന്നും അത് നിരവധി ആൾക്കാർ ഈ അന്തേവാസികളായ അമ്പലത്തിൽ കഴിയുന്നവർക്കുണ്ട്. ഇവർക്കൊരു നേരത്തെ അന്നം കൊടുക്കാനാണല്ലോ ഇതെല്ലാം ഭഗവാന്റെ അന്നദാന പ്രഭുവായ അദ്ദേഹത്തിൻ്റെ ഇതിൽ നടക്കുന്നതാണ്. അപ്പോൾ അത് ഒരു അന്നം കിട്ടുക എന്നുള്ളവർക്ക് സന്തോഷമാണ്. അത് ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി. ഇനി നാളെ മുതൽ നമ്മളില്ലേ തന്നെ എന്തെങ്കിലും ഒരു സംവിധാനം ഇങ്ങനെയുള്ളവർക്ക് ഏർപ്പെടുത്താൻ പറ്റുമോയെന്ന് നമ്മളും ഒരു സമൂഹമായി പ്രതിബദ്ധതയുള്ള സംഘടനയാണ്. അപ്പം നമ്മളും അതൊന്ന് നോക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. ക്യാമ്പുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അല്ല, ക്യാമ്പുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ 1ാമത്തെ ദിവസം ഇച്ചിരി ഫുഡ് അധികം വന്നപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ക്യാമ്പുകളിൽ സർക്കാരും കൊണ്ട് കൊടുക്കത്തില്ല, നമ്മൾ കൊണ്ട് കൊടുക്കാൻ വേണേ, അത് നമ്മുടെ സന്നദ്ധ സംഘടന. പക്ഷേ പുറത്തുനിന്ന് ഫുഡ് കൊണ്ട് കൊടുത്താൽ അതിന് ഉത്തരവാദിത്വം ആർക്കും ഇല്ലാത്തതുകൊണ്ട് അത് തൽക്കാലം പള്ളിയോട സംഘം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന അറിയാമല്ലോ, ബാക്കി ഫുഡാണ്, എന്തെങ്കിലും ഉണ്ടായാൽ അതൊരു പ്രശ്നമായിട്ട് വരും. അങ്ങനെ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അതേസമയം ക്യാമ്പിലുള്ളവർക്ക് ഇപ്പം ഈ നമ്മുടെ ഈ പാഞ്ചജന്യത്തിന് മേളിലാണ് ഒരു ക്യാമ്പ്. അവരിന്ന് ഉച്ചയ്ക്ക് അവിടെ വന്ന് കഴിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പേടുകാർ കുറവാണെങ്കിൽ ബാക്കി പൂർണ്ണമായും തരാമെന്ന് നമ്മൾ പോലീസിനോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു നമ്മൾ പ്രതിബദ്ധതയാണ്. ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനോട് യോജിച്ച് പോകാമെന്നോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്നുള്ളതാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ടോ? അതോ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. ആ മീറ്റിങ്ങിന് ശേഷം അവർ പ്രധാനപ്പെട്ട വരുന്നൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിങ്ങിന് ശേഷം തീരുമാനമുണ്ട്. അത് പബ്ലിക്കിനോട് അറിയിക്കും. നിങ്ങളോടും കൂടെ ഒന്ന് വന്ന് ആ തീരുമാനം ഒന്ന് അറിയിച്ച് പബ്ലിക്കിനോട് അറിയിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ദൂരെ നിന്ന് വരുന്ന പെയ്ഡുകാരൊക്കെ ഒത്തിരി ദൂരെ നിന്ന് വരുന്നതാണ്. അവർക്ക് ചിലർക്കൊന്നും വരുന്നു പറ്റാൻ പറ്റില്ല, ചിലർക്ക് വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാതെ നമ്മളൊരു സ്ഥിര സംവിധാനം പോലെ 2 ദിവസത്തേക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റാനോ ഉള്ള ഒരു പരിശ്രമം ഇന്നൊരു മീറ്റിങ്ങോടുകൂടി നമ്മൾ തീരുമാനിക്കും. എന്തായാലും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള, ഏറെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് ഈ വള്ളസദ്യ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഇവിടെ ക്ഷേത്രത്തിലുണ്ടാക്കുന്ന വള്ളസദ്യ അത് അശരണരായിട്ടുള്ളവർക്കും ഈ സമയത്ത് ഭക്ഷണം കിട്ടാത്ത ആളുകൾക്കുമൊക്കെ ആയിട്ട് വിതരണം ചെയ്യുന്നു. അന്നദാന പ്രഭുവായിട്ടുള്ള ശ്രീ ആറന്മുള പാർത്ഥസാരഥിയുടെ ആ ഒരു വള്ളസദ്യ അത് ഇത്തരത്തിൽ പ്രളയത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്ത നിരവധി സാധാരണക്കാർക്ക് അന്നമായിട്ട് മാറുന്നു എന്നുള്ളത് ഏറെ പുണ്യമായിട്ടുള്ളൊരു കർമ്മമാണ്.